ട്രാൻസ്ഫർ കാക്ഷിച്ചിരുന്ന നവീൻ ബാബുവിന് ഒരു യാത്രയയപ്പ് നൽകി എങ്ങനെ യാത്രയാക്കിയെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ജയരാജൻ്റെ കാര്യത്തിൽ ഇങ്ങനെ മലപ്പുറത്തേക്കുള്ള ഒരു ട്രാൻസ്ഫറിൽ ഒതുങ്ങി എന്നത് ആശ്വസിക്കാം. കീഴ്വഴക്കമനുസരിച്ചാണെങ്കിൽ ഒരു യാത്രയയപ്പ് സമ്മേളനം നടക്കണം, അവിടെ ഒരു പ്രസംഗം നടക്കണം, പിന്നെ കെട്ടിത്തൂക്കണം. അല്ല, അദ്ദേഹത്തിന് യാത്രയയപ്പ് കൊടുത്തില്ല എന്ന് കരുതി സമാധാനിക്കാം. അതൊരു ഭാഗ്യവശം. പ്രതിഭ MLA മകനെതിരെ കേസെടുത്തതിന് എക്സൈസിനെ അഭിനന്ദിക്കുന്നതിന് പകരം ഈ ട്രാൻസ്ഫറിന്റെ പേരിൽ ആക്ഷേപിക്കുകയാണെന്നാണ് മന്ത്രി പറയുന്നത്. അല്ല, ഇവിടെ എന്തിന് ആരെയാണ് അഭിനന്ദിക്കേണ്ടത് എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കേസെടുത്തതിന് എക്സൈസ് വകുപ്പിനെ അഭിനന്ദിക്കുകയാണോ, അതോ തന്റെ സത്യസന്ധത കാണിച്ച് രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങുന്നയാളല്ല താൻ എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എക്സൈസ് വകുപ്പിനെയാണോ നമ്മൾ അഭിനന്ദിക്കേണ്ടത്? അതുകൊണ്ട് ആരെയാണ് അഭിനന്ദിക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ തർക്കമുണ്ട്. ഉന്നത സ്ഥാനം